ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് അവക്കാഡോ ഫ്രൂട്ട് കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു മയണൈസാണ് ചെയ്യുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു അവക്കാഡോ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് 2 പീസായി മുറിച്ചെടുക്കാം. നമുക്കിതിൽ നിന്നും ഇതിൻ്റെ സീഡിനെ സെപ്പറേറ്റ് ചെയ്യാം. ഈ അവക്കാഡോ ഫ്രൂട്ടിനെ ചെറിയ പീസസായി നമുക്ക് കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. ഈ മുറിച്ച പീസസിനെ നമുക്ക് ഫ്രീസറിൽ ഒരു 2-3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയ അവക്കാഡോ ഫ്രൂട്ടിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഇടത്തരം വലിയ നാരങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 പീസ് വെളുത്തുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാല് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഒഴിച്ച് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള പകുതി സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ നല്ലതുപോലെ അടിച്ചെടുക്കാം. നല്ല തിക്കായിട്ടുള്ള അവക്കാഡോ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഗാർണിഷിന് വേണ്ടി ഇതിൻ്റെ മുകളിലായി ഞാനൊരു മിൻറ്റിൻ്റെ ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അവക്കാഡോ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള മയോണൈസാണ്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്